ഹലോ. പ്രവാസികളെ നാട്ടിൽ പണമിടപാടുകൾ നടത്തുമ്പോൾ പല ആളുകളും എന്താ പറയുക അത്ര കണ്ട് ഗൗനിക്കാത്ത ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ അനധികൃതമായിട്ടുള്ള രൂപത്തിൽ നമ്മൾ നാട്ടിലേക്ക് പണം അയച്ചാൽ കുഴൽപ്പണമോ മറ്റു കാര്യങ്ങളോ ഒക്കെ, അതായത് നമ്മൾ ഇവിടെ ദിർഹമോ റിയാലോ ഒക്കെ കൊടുത്തിട്ട് നാട്ടിൽ നമ്മൾ ഇന്ത്യൻ മണി മേടിക്കുന്ന ഒരു സമ്പ്രദായം, അതിനാണല്ലോ ഇപ്പോൾ പ്രവാസികൾ കുഴൽപ്പണം അങ്ങനെയൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള പണം നമ്മൾ നാട്ടിൽ വാങ്ങുകയും അത് വെച്ച് നമ്മൾ എന്തെങ്കിലും ഭൂമി ഇടപാടുകളോ അല്ലെങ്കിൽ ഒരു പരിധിയിൽ കവിഞ്ഞ സ്വർണം ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നോട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്കെതിരെ നമ്മൾക്ക് അനുകൂലമല്ലാത്ത പല അന്വേഷണങ്ങളും കാര്യങ്ങളും വരാൻ സാധ്യത കൂടുതലാണ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു 10 ലക്ഷം രൂപ ഇതുപോലെ നാട്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു. അതായത് ഇവിടെ ഒരു 35,000-40,000 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ കിട്ടേണ്ടതാണ്. നിങ്ങൾ ആ 10 ലക്ഷം രൂപ വെച്ച് നിങ്ങൾ നാട്ടിലൊരു 3 സെൻറ്റോ 4 സെൻറ്റോ ഭൂമി വാങ്ങി, അല്ലെങ്കിൽ ഒരു 5 സെൻറ്റ് ഭൂമി വാങ്ങിയെന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ട് തെറ്റില്ല, നിങ്ങൾക്ക് ഭൂമി മേടിക്കുക, ആ ഭൂമി നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യുക, ഇതൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ആ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങൾ, വ്യവഹാരങ്ങൾ, പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇതിൻ്റെ അടിയിൽ വരെ പോയ ആളുകൾ, ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കും. അപ്പോൾ ആ ഭൂമി വാങ്ങിയ പീരീഡിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് അവർ ചെക്ക് ചെയ്യുമ്പോൾ 10 ലക്ഷം രൂപ വിഡ്രോ ചെയ്തതായിട്ട് കാണുന്നില്ല. അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ സ്വർണം വിറ്റിട്ട് മേടിച്ച പറമ്പാണെന്ന് തെളിയിക്കാൻ സ്വർണം വിറ്റിട്ടില്ല, വേറെ ഒന്നും തന്നെ കാണുന്നില്ല. നിങ്ങളുടെ പേരിൽ ബാങ്കിൽ FD ഉണ്ട്, ആ FD നിങ്ങൾ അൺലോക്ക് ചെയ്തിട്ടില്ല. ഇതൊന്നും ചെയ്യാതെ എങ്ങനെ നിങ്ങൾ ഈ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് കിട്ടി? അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഫെമ റൂള് ലംഘിച്ചു കഴിഞ്ഞു. ഇത് ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ക്രെഡിറ്റും ഡെബിറ്റും ഉണ്ടാവണം. നമ്മൾക്ക് പ്രോപ്പറായിട്ടുള്ള ചാനലിൽ നാട്ടിലൊരു വരുമാനം നമ്മൾക്ക് എത്തിക്കാൻ NRI അക്കൗണ്ടിലൂടെ പറ്റണം. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് FD ആക്കുക, RD ആക്കുക, അതൊക്കെ നിങ്ങളുടെ താല്പര്യം. പക്ഷേ ചിലവുകൾ നമ്മൾ നടത്തുമ്പോൾ ആ ചിലവ് നടത്താനുള്ള ഇൻകം അത് പ്രോപ്പർ ചാനലിലൂടെ എത്തിയതായിരിക്കണം. അപ്പോൾ പലർക്കും സംശയം തോന്നും, ഇതൊക്കെ സംഭവിക്കാൻ പോണ കാര്യമാണോ? എത്രയോ ആളുകളുടെ അക്കൗണ്ട് ഇപ്പോഴും ഫ്രീസായി കിടക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഒരു പ്രോപ്പറായിട്ടുള്ള ക്രെഡിറ്റും അതിനനുസരിച്ചിട്ടുള്ള ഡെബിറ്റും, അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു വരുമാനം, ആ വരുമാനത്തിനനുസരിച്ചുള്ള ചിലവും ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഓക്കെ, താങ്ക് യു.